Hello, welcome to Red Short Talks. ഹായ് മറ്റേ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അത് താല്പര്യമുള്ളവർക്ക് അത് കാണാം. സോ ഇത് ഇഷ്ടമുള്ളവർ, അതായത് ഓൺ വോയിസിൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതും കാണാം. സോ രണ്ട് വീഡിയോ എന്തുപോലെയും ചെയ്യാം. ഓക്കെ, അതും ഇതും. സോ അത് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രേഡിങ്ങിൽ പറയില്ല, മങ്കി മൈൻഡ് സെറ്റ്, അതുമാതിരി ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇന്ന് മുതൽ കണ്ടിന്യൂസ് ഞാൻ ഇങ്ങനെയും ചെയ്യും. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഡേ ചാർട്ടാണ്. ഡേ ചാർട്ടിൽ ഈ ഒരു ഹാങ്ങിങ് മാൻ റെസിസ്റ്റൻസ് ഹാങ്ങിങ് മാൻ വന്നിട്ട് അതിന്റെ ലോയിലായിരുന്നു ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലോയിൽ ക്ലോസ് ചെയ്തിട്ട് ഇന്ന് എന്താ സംഭവിച്ചത്, ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായി ആദ്യം, അല്ലെ? ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് പിന്നെ അത് മുകളിലോട്ട് പോയി. അതായത് ഗ്യാപ് ഡൗൺ ഗ്യാപ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയി, നേരെ ഗ്യാപ് ഫില്ല് ചെയ്തു. ഗ്യാപ് ഫില്ല് ചെയ്തിട്ട് ഇത് നേരെ താഴോട്ട് വീണു. സോ ഇന്ന് മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു. സോ ബ്യാസ് നെഗറ്റീവ് ടു സൈഡ് വേസ് സംതിങ് ലൈക്ക് ദാറ്റ് ആണ് നമ്മുടെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സോ മാർക്കറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിന് ശേഷം ഒരു സ്വിംഗ് ലോ ഉണ്ടാക്കുന്നതായിരിക്കാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ. ഇതിന് നെഗറ്റീവ് സെന്റിമെന്റ്സിലോട്ട് പോകണമെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 25,000 താഴെ പോകണം. ഓക്കെ, 25,000 താഴെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു നെഗറ്റീവ്, അതായത് ഒരു വീണ്ടും മാർക്കറ്റ് ഒരു നെഗറ്റീവിലോട്ട് പോയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് എവിടെ ഡിപ്പ് കിട്ടുന്നോ അവിടെ പ്രൈസ് ആക്ഷൻ നോക്കി ബൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയാ കൺസെപ്റ്റ്. ഞാൻ അത് ഇന്നും ഡിപ്പ് ഓൺ ബൈ ആണ് ഞാൻ ചെയ്തോട്ടോ. ഞാൻ രാവിലെ ഗ്യാപ് ഡൗണിൽ വീണെങ്കിലും ഞാൻ അവിടുന്ന് ബൈ ആണ് ചെയ്തത്. സോ എന്നിട്ട് കറക്റ്റ് ഗ്യാപ് ഫില്ല് ചെയ്താൽ സ്റ്റാർട്ടർ ചെയ്യും. പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്കറിയില്ല, ഗ്യാപ് ഫിൽ ചെയ്ത ഏരിയന്ന് എക്സിറ്റ് ആയി. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചാല് ഇത്, അതായത് നമ്മള് 10 EMA അതായത് നമ്മുടെ മൂവിങ് ആവറേജസ് നോക്കുകയാണെങ്കിൽ ഈ 10 EMA അല്ലെങ്കിൽ 10 DMA തട്ടിയിട്ടാണ്, സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ. EMA ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൂവിങ് ആവറേജിൽ ആണ് ഇപ്പൊ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതും. ഓക്കെ, അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഒരു ഡൗൺ കുറച്ചുകൂടെ താഴോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത ഇതിൽ സപ്പോർട്ടിലും ബൈയിങ് ഓപ്ഷൻ നോക്കുക, അത് ഞാൻ പറയാം, വീഡിയോ അനാലിസിസ് ചെയ്യുമ്പോൾ പറയാം. സോ നമുക്ക് ഇന്നത്തെ ഹൈയും ലോയും ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഇന്നത്തെ ലോ ആണ്. സോ നമ്മൾ ലോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇത് നമ്മുടെ ഹൈ. അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യം കൂടെ പറയാം, ജസ്റ്റ് വിട്ടുപോയി. അതൊരു ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇത് എന്താ പറയാ, എൻ്റെ ഒരു നമ്മുടെ അതായത് SMCയിൽ വരുന്ന കൺസെപ്റ്റ് ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എടുക്കാത്തവർക്ക് എടുക്കാതിരിക്കാം. സോ ഇത് നോക്ക്, ഈ ഒരു മൂവ്മെന്റ് ഇതൊരു ഫുള്ളി ബുള്ളിഷ് മൂവ് ആയിരുന്നു അല്ലേ? സോ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ഈ ലാസ്റ്റ് ക്യാൻഡിലും ഇതിന്റെ മുകളിലെ ഈ ക്യാൻഡിലും നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ? ഈ രണ്ട് ക്യാൻഡിലിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അത് ഒന്ന് കൺസിഡർ ചെയ്തേക്ക്. ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഫുള്ളി മുള്ളിഷ് മർബൂസ് ക്യാൻഡിലിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് നേരെ ഈ രണ്ട് ഡേയുടെ ഹൈയിൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഷാർപ്പ് മൂവ്മെന്റ് ആണ് അന്ന് നിഫ്റ്റി, അതായത് എന്നായിരുന്നു. സോ 16 സെപ്റ്റംബർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അതും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. ഓക്കെ, ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കാം ആ സംഭവം. ഓക്കെ, 1 അവറിലോട്ട് പോകും. 1 അവറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു മേജർ സപ്പോർട്ടാണ് അല്ലെ? ഇതൊരു നമ്മുടെ, അതായത് ഈ ഒരു ഏരിയ നമ്മുടെ മേജർ സപ്പോർട്ടാണ്. ഓക്കെ, ഈ കണ്ടോ 21 ഓഗസ്റ്റ് എന്നാണ് ഇവിടുന്ന് ഒരു ഷാർപ്പ് ഡൗൺഫാൾ വന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാലും ഉണ്ട്, ഇവിടെ എല്ലാം ആ സപ്പോർട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ അതായത് ഇവിടെ ഉണ്ടോ 1 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മേജർ സപ്പോർട്ടാണ്. സോ ഈ സപ്പോർട്ട് ഇന്നും ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ വന്നപ്പോഴും ഈ സപ്പോർട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ 15 മിനിറ്റ്സിലോട്ട് ഇടാം, ജസ്റ്റ് നമ്മളെ ക്ലാരിഫൈഡ് കാണാൻ കഴിയും. സോ സി
ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഷാർപ്പ് മൂവ്മെന്റ് മുകളിലോട്ട് നടന്നിട്ടുള്ളത്. അതിന് മുന്നേ എല്ലാം ഇവിടുന്നാണ് ഒരു ഷാർപ്പ് സെല്ലിങ്ങും താഴെ നടന്നിട്ടുള്ളത്. സോ ഈ ഒരു ഏരിയ നമുക്ക് മേജർ സപ്പോർട്ടാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് സ്വിംഗ് ഹൈ ആണ്. ഓക്കെ, മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഹൈ ലോ ഹൈ ലോ ഈ ഒരു സ്ട്രക്ചറിലാണ്. സോ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴും, അതായത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴും, ഇത് അഡ്വാൻസ് ആയിട്ട് ട്രേഡിംഗ് അറിയുന്നവർക്ക് മനസ്സിലാവും. ജസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഈ ഒരു സി മാർക്കറ്റ് വരുന്നുണ്ട് താഴോട്ട്, ഒരു ലോ ലോവർ ഹൈ ലോവർ ലോ ഒരു പാറ്റേണിലാണ് മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്വിംഗ് ഹൈ, അതായത് ലോവർ ഹൈ ഇതാണ്. ഓക്കെ, സോ ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിലാണ് നമുക്കൊരു ഷാർപ്പ്, പിന്നെ മാർക്കറ്റ് ഇപ്പം ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു ഡൗൺ, ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഒന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി ഞാൻ നമ്മുടെ ഇതും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഷാർപ്പായിട്ടുള്ള ഒരു എന്താ പറയാ, ഷാർപ്പായിട്ടുള്ള ഓക്കെ സി, അതായത് ഇവിടെ എല്ലാം എന്താ പറയാ ഷാർപ്പായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, 25,300-ലും 27,250-ലും ഈ ഏരിയയിലൊക്കെ ഷാർപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം സോ നമ്മളതൊക്കെ ജസ്റ്റ്, അതായത് റെസിസ്റ്റൻസ് മുകളിലോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ, ആ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടുന്ന് കോൾറേറ്റേഴ്സ് അൺവൈൻഡ് ആകത്തുള്ളൂ. സോ അതൊക്കെ നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് ഷാർപ്പ് ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് കിട്ടുക. അതല്ല, നമുക്ക് നാളത്തെ പ്ലാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നാളെ ഈ ഒരു ഏരിയക്കുള്ളിൽ നമുക്ക് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ്, അല്ല ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു സപ്പോർട്ടിന് തിരിച്ചൊരു പ്രൈസ് ആക്ഷൻ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ട്രേഡ് നമ്മുടെ പ്ലാൻ അങ്ങനെ നമുക്ക് ചെയ്യാം. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിലും ഈ ഒരു ഏരിയയിലും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഇതൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് വാച്ച് ചെയ്യുക, പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുക. ഓൾറെഡി RSI നമ്മുടെ ഓവർ സോൾഡ് ആണ്. ഓക്കെ, ഓവർ സോൾഡ് ആണ്. സോ നാളെ മാർക്കറ്റ് ഈ ഒരു ബിഹേവിയർ എല്ലാം കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാളെ എക്സ്പയറി ഡേറ്റും കൂടെയാണ്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ പ്രൈസ് ആക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു മുകളിലോട്ടുള്ള ഒരു എന്താ ക്യാൻഡിൽ പാറ്റേൺ, അതായത് എന്തെങ്കിലും ഒരു സംതിങ് ലൈക്ക് ദാറ്റ്, എന്താ പറയാ, നമ്മുടെ ഹാമർ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്, ബുള്ളിഷ് പിയർസിങ്, അങ്ങനെ എന്തെങ്കിലും ക്യാൻഡിൽസ് വാച്ച് ചെയ്യുക. ഓക്കെ, ക്യാൻഡിൽസ് എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യണം. ക്യാൻഡിൽസ് വാച്ച് ചെയ്താലേ നമുക്ക് ആ ഒരു എന്താ പറയാ ട്രേഡിങ്ങിന്റെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല നല്ല എൻട്രീസ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ എല്ലാം കണ്ടോ, ഈ ഹാമർ സപ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതുണ്ട്, ഈ ഒരു ഹാമർ വന്നിട്ടാണ് ഇവിടുന്ന് ഈ ഒരു മൂവ്മെന്റ് മോഡ് തന്നിട്ടുള്ളത്. സോ അതേപോലെ തന്നെ ഇന്നും ഇവിടുന്ന് ഒരു ലൈക്ക് എ ഹാമർ പാറ്റേൺ ആണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സോ ഈ ഏരിയയിൽ നിന്ന് ഒരു പ്രൈസ് ആക്ഷൻ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യുക. അല്ല, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് നേരെ മുകളിലോട്ട് പോകണമെങ്കിലും ചാടിക്കയറി ബൈ ചെയ്യരുത്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നിട്ട് പിന്നെ ഇന്നത്തെ പോലെ തന്നെ താഴോട്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കുക. എന്നിട്ട് മാർക്കറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യുക, പിന്നെയും ഇത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, അങ്ങനെ അതായത് ഈ ഒരു ഇപ്പം ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലുള്ള ട്രേഡിംഗ് പ്ലാനിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. പെട്ടെന്ന് കേടി ഒരു ട്രേഡ് എടുക്കരുത്. ഓക്കെ, പേഷ്യൻസിൽ വെയിറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുക. അതല്ല, നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ചെയ്യുന്നെങ്കിൽ ഹോൾഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് തിരിച്ച് വന്നിട്ട് നമ്മുടെ ഈ റെസിസ്റ്റൻസിൽ, ഈ ഒരു ഏരിയയിൽ വന്ന് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നിട്ട്, ഡിമാൻഡ് സോണിൽ സപ്ലൈ സോണായിട്ട് മാറും. ഇവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ താഴോട്ട് ട്രേഡ് ചെയ്യുക. ഇവിടുന്ന് താഴെ ഡയറക്റ്റ് ചാടി കയറി പിന്നെ സെല് ചെയ്യാൻ നിൽക്കരുത്. മാർക്കറ്റ് തിരിച്ചു കയറിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. സോ പേഷ്യൻസിൽ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് തിരിച്ചു പോയിട്ട്, ഞാൻ വരച്ചിടാം എല്ലാം, ജസ്റ്റ് തിരിച്ചു പോയിട്ട് ഇവിടെ വന്നിട്ട് ഒരു
എന്താ പറയുക, റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വരുന്നുണ്ടോ നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇതാണ് ബ്രേക്ക്, അതായത് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലുള്ള ഒരു ഇത്. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാൻ നോക്കുക, അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത മേജർ ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 25,000 ഓക്കെ. പിന്നെ 25,000 വരെയൊക്കെ മാർക്കറ്റ് നേരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 25,000 ടാർഗറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക ഇതിന്റെ താഴോട്ട്. ഓക്കെ ഓക്കെ. സോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വരുന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് താഴോട്ട് പോകുന്ന വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ബ്രേക്ക്ഔട്ട് ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതെല്ലാം മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയി ചെയ്യുന്നെങ്കിൽ ഹോൾഡ് ചെയ്യുക. മാർക്കറ്റ് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടോന്ന് ഹോൾഡ് ചെയ്യുക. സോ ഇതൊരു പ്ലാനായി. ഗ്യാപ്പ് ഡൗൺ, ഇത് ബ്രേക്ക് ഡൗൺ ഒരു പ്ലാനായി. അതല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും നമുക്കൊരു പ്ലാനായി. അതല്ല മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണെങ്കിലും വെയിറ്റ് ചെയ്യുക, ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരുന്നുണ്ടെന്ന്. കാരണം എന്താ വെച്ചാൽ ആസ് പെർ OI ഈ 25,300 350 ഇതൊക്കെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടാണ്. ഒരുപാട് ഓപ്പൺ പൊസിഷൻസ് അവിടെ ഉണ്ട് വലിയ. സോ അത് മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ മാത്രമേ ഫർദർ ട്രേഡ് നമുക്ക് മുകളിലോട്ട് വരത്തുള്ളൂ. സോ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നാളെ എക്സ്പയറിയും കൂടിയാണ്. വോളറ്റാലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ത്യ വിക്സ് വളരെ ലോയും കൂടിയാണ്. സോ ഇതെല്ലാം ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് മുകളിലുള്ള ട്രേഡ് ടാർഗറ്റ്സ് ഒക്കെ 300 ബ്രേക്ക് ചെയ്ത 350 400 450 അങ്ങനെ മുകളിലോട്ട് ടാർഗറ്റ്. താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,050 25,000 ഇതെല്ലാം താഴോട്ടുള്ള ട്രേഡ് ആയിരിക്കും. സോ എപ്പോഴും നമ്മൾ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ഒരു എന്തെങ്കിലും നമ്മളൊരു സാധനം നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിന്റെ വില കുറഞ്ഞാൽ കിട്ടുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ മേടിക്കാനാണ് നോക്കുക, അല്ലേ? ഒരു വട്ടവർ നമ്മൾ കടയിൽ പോയി ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അതിന്റെ വില കുറവാണ് നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ കാണുന്നെങ്കിൽ നമ്മൾ മേടിക്കല്ലേ ചെയ്യുക. സോ അതായത് ഗ്യാപ്പ് അപ്പിലാണ് കയറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ഒരു സാധനത്തിന്റെ വില രാവിലെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിന് മേടിക്കത്തില്ല, അല്ലേ? ആ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതിന് വിൽക്കാനാണ് ശ്രമിക്കുക. സോ മേടിച്ച് വെച്ച ആൾക്കാർ ഇതിന് വിൽക്കാൻ ശ്രമിക്കും. സോ അപ്പം മാർക്കറ്റ് താഴോട്ട് വരും. ഈ രണ്ട് സെന്റിമെന്റ്സും നമ്മൾ മാർക്കറ്റിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വില കുറഞ്ഞു കിട്ടിയാൽ മേടിക്കുക, വില കൂടിയാൽ വിൽക്കുക. ഓക്കെ, സോ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. പിന്നെ ഇപ്പം ചില ആൾക്കാർക്ക് ഉണ്ടാവും നമ്മൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാത്തവരുണ്ടാവും. അപ്പം വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കര ഡീറ്റെയിൽസ് ആയിട്ട് മെല്ലെ AI പറയുന്നുണ്ട് വിശദമായിട്ട്. ഒരു 13 മിനിറ്റിന്റെ ചെറിയ വീഡിയോ ആണ്. എല്ലാം വീഡിയോ ഒക്കെ ചെറിയ വീഡിയോ ആണ്. സോ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണുക, എന്നിട്ട് മാർക്കറ്റിനെ പറ്റി പഠിക്കുക, പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, പിന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ്, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ഔട്ട്, ഇത് മൂന്നും ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഒരു ക്ഷമയോടെ ട്രേഡ് ചെയ്യുക. നാളെ നല്ലൊരു പ്രോഫിറ്റ് ഡേ ആകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.